ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്നൊരു ചൈനീസ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വില്ലേജിൽ നിന്നും ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് വീട് മാറി വന്ന നമ്മുടെ കഥാനായികയായിട്ടുള്ള ചെന്നിന്റെ വിശേഷങ്ങളും അവൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ചെന്ന് കയറി അപ്പം തന്നെ പഠിപ്പിയും അതുപോലെ അവളുടെ ഒരു നൈബർ കൂടിയായിട്ടുള്ള സോങ്ങുമായിട്ട് അവളെ ചേർത്ത് കുറെ റൂമേഴ്സ് ഒക്കെ അവിടുത്തെ സ്റ്റുഡൻസ് സ്പ്രെഡ് ചെയ്ത കാരണം കൊണ്ട് വളരെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവളെ ഇപ്പോൾ വളരെ എനർജറ്റിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അവളുടെ ഒരു റിലേറ്റീവ് കൂടിയായിട്ടുള്ള ജിങ് ഇപ്പൊ കണ്ടിട്ട് അവളെ ഇപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് സോങ് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതും അവള് കാണുന്നുണ്ട്. അങ്ങനെയാണ് അത് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ബേസ് ആണെന്നും അവൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഗ്രൂപ്പ് ചാറ്റിൽ ഇവിടേക്കൊന്ന് വരാനായിട്ട് പറഞ്ഞാൽ മതിയെന്നും അവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വന്ന് അവളുടെ ഒപ്പം അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാമെന്നും ഇനി എന്തെങ്കിലും കാരണവശാൽ അവളുടെ അമ്മ ഇതുപോലെ ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അവൾക്ക് ഡിന്നർ ഒന്നും കഴിക്കാനായിട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ നേരെ തന്നെ തന്റെ വീട്ടിലേക്ക് വന്നോളാനും തന്റെ അമ്മ നല്ലൊരു കുക്കാണെന്നും അതുകൊണ്ട് നിനക്ക് വയറ് നിറയെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുമെന്നും സോങ്ങും ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കുട്ടി വിഷമത്തെ സോങ്ങും ജിങ്ങും കൂടിയിട്ട് മാറ്റിയെടുത്ത് അവളെ നല്ല പോലെ തന്നെ ഹാപ്പി ആക്കുന്നുണ്ട്. മാത്രമല്ല അവരങ്ങനെ 3 പേരും കൂടി ഫുഡൊക്കെ ഇരുന്ന് കഴിയുന്നതിന്റെ ഇടയിൽ അങ്ങനെ പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ വീണ്ടും ഒരു ട്രയോ ആയിന്ന് അവർ പറയുമ്പോൾ ഇവൾക്ക് മുമ്പേ അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് ലീ എന്ന് പറയുന്ന ഒരു ചെറുക്കനാണെന്ന് ജിങ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവർ ക്ലാസ്സിൽ പോകാനായിട്ട് നിൽക്കുന്ന നേരത്ത് ചെന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ഗസ് ചെയ്ത് സോങ് അവന്റെ അമ്മ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പൊ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ചെന്ന് വളരെയധികം ടച്ച്ഡ് ആവുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് സോങ് ഇപ്പോൾ ഓൾറെഡി ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അവൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ജിങ്ങും ചെന്നും കൂടിയിട്ടാണ് അവരുടെ ക്ലാസ്സിലേക്ക് എൻ്റർ ആവുന്നത്. ഇതേ നേരത്ത് ചെന്നിനെ കാണുമ്പോൾ തന്നെ അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെ സോങ്ങിനെയും ചേർത്ത് അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറെ റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് അവൾ കേൾക്കെ തന്നെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ചെന്നാകട്ടെ ഇതൊക്കെ കേട്ടെങ്കിലും അതിനോടൊന്നും റിയാക്ട് ചെയ്യാതെ നേരെ തന്നെ അവളുടെ പ്ലേസിലേക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ വെച്ച് വീണ്ടും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സീഷി ഇപ്പോൾ അവളുടെ അടുത്ത് വളരെ പരിഭ്രമത്തില് സോങ് നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നൊക്കെ ആകെ ആൻഷ്യസ് ആയിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു നേരത്ത് നീയും അത് വിശ്വസിക്കുന്നുണ്ടോന്നും ഞങ്ങൾ വരും ഫ്രണ്ട്സ് ആണെന്നും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും ചെന്ന് പറയുമ്പോഴാണ് സീഷിയുടെ മുഖത്ത് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നത്. ഇതിലൂടെ തന്നെ സീഷിക്ക് സോങ്ങിന്റെ അടുത്ത് എന്തോ ചെറിയൊരു അട്രാക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അന്ന് അവരുടെ ആൻസർ ഷീറ്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ സോങ്ങിന്റെ അടുത്ത് ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുന്ന ചെന്നിന് ഗ്രേഡിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ട് താനും നിങ്ങളുടെ ഒപ്പം ട്യൂഷന് വന്നോട്ടെ എന്ന് ഇപ്പൊ സീഷി ചെന്നിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവളും വളരെ സന്തോഷത്തിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ്സിനൊക്കെ ശേഷം അവർ ട്രയോ ഗ്രൂപ്പ് കൂടിയിട്ട് സോങ്ങിന്റെ വീട്ടിൽ തന്നെ സോങ്ങിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിൽ എല്ലാവരും അങ്ങനെയാണ്. പരസ്പരം സ്നേഹവും കെയറിങ്ങും മാത്രമുള്ള ഒരു കൂട്ടം ഫാമിലീസ് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിനെ സ്വന്തം മക്കളായിട്ട് കണ്ടിട്ട് അവർക്ക് വേണ്ടി ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഒരു വീട്ടിലത്തെ എന്ന പോലെ ജീവിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവർ 3 പേരും അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സന്തോഷത്തിൽ ഫുഡ് കഴിച്ചും കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ ഇടയിലാണ് താഴെ സീഷി വന്ന കാര്യം ചെന്നപ്പോൾ ജിങ്ങിന്റെ അടുത്ത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ജിങ്ങിന്റെ മനസ്സിൽ എന്തോ ഒരു ലഡു പൊട്ടുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പതിവില്ലാതെ നമ്മുടെ ചെന്നിന്റെയും സോങ്ങിന്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സീഷിയും ഇവരുടെയൊക്കെ ഒപ്പം തന്നെ പഠിക്കാനിരിക്കുന്ന നമ്മുടെ ജിങ്ങിനെയാണ്. മാത്രമല്ല ഇതിനു മുമ്പ് ജിങ്ങിന് ഒരുപാട് തവണ ഇവര് 2 പേരും കൂടി പഠിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറിപ്പോകുന്നു മാത്രമല്ല പഠിപ്പെന്ന് കേട്ടാൽ തന്നെ അലർജിയുള്ള ജിങ്ങിനെ പോലെ ഒരാള് ഇപ്പോ സ്വയം ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുന്ന കണ്ട് അമ്പരന്നിരിക്കുകയാണ് നമ്മുടെ ചെന്നും സോങ്ങും. ശരിക്കും അവനിങ്ങനെ ഇരിക്കാൻ തന്നെ കാരണം സീഷിയാണെന്നും അവളെ കാണാനും അവളുടെ ഒപ്പം ചെറിയ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിങ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ജിങ്ങിന് സീഷിയോട് ഇഷ്ടമുണ്ടെങ്കിലും സീഷിക്ക് ശരിക്കും നമ്മുടെ സോങ്ങിന്റെ അടുത്താണ് ഇഷ്ടം. ഇതേ നേരം നിങ്ങൾ 3 പേരും എന്താണ് ഇത്രയും ക്ലോസ് ആയിന്ന് സീഷി ചോദിക്കുമ്പോൾ അവര് ഈ ഒരു നൈബർഹുഡ് അങ്ങനെയാണെന്നും ഇവിടെ തന്നെയാണ് ലീ താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് ശരിക്കും ലീ എന്ന് പറയുന്നത് ചെന്നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ഒരു സ്റ്റുഡന്റ് തന്നെയാണെന്നും ആ ഒരു ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിയായിട്ട് ഹൈ സ്കോർ വാങ്ങിക്കുന്ന ഒരു കുട്ടിയാണ് ലീ എന്നും നമ്മൾ അറിയുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീ എത്ര നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോലും അവന്റെ പാരന്റ്സിന് അതൊന്നും പോരാ. കാരണം ലീന്റെ ഫാദർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്റെ മകന് ഏറ്റവും നല്ല മാർക്ക് വേണമെന്നും എല്ലാത്തിലും മികച്ചെക്കണം എന്നൊക്കെയാണ് ആ ഒരു ഫാദർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്.
ഇതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഫുള്ള് വാങ്ങിച്ചു വന്നാൽ പോലും അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് അതിന് പോലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലാണ് അവന്റെ ഫാദറിന്റെയും ഇപ്പോഴും ആ ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവന്റെ അമ്മയുടെയും പ്രധാന പണി. ഈവൻ അവർ പബ്ലിക്കായിട്ട് ഇങ്ങനെ അവനെ വഴക്ക് പറയുന്നൊക്കെ നമ്മുടെ സോങ്ങിന്റെയും ജിങ്ങിന്റെയും ഒക്കെ പാരന്റ്സ് കേട്ടിട്ട് അതൊക്കെ പിന്നീട് ഗോസിപ്പായിട്ട് സ്പ്രെഡായിട്ട് ലാസ്റ്റ് അവന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാത്തവരായിട്ട് ആ ഒരു കോമ്പൗണ്ടിൽ ആരും തന്നെ ബാക്കിയില്ല. അങ്ങനെ പിന്നീട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീഷിയും ചെന്നും സോങ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ജിങ് ഇപ്പോൾ പഠിക്കാതെ അവിടെ വന്ന് കളിച്ചിരുന്നിട്ട് സീഷിയെ നോക്കിയിട്ട് പയ്യെ അവളുടെ അടുത്തേക്ക് അവളെ നോക്കി വരുന്നുണ്ട്. ഇതേ നേരത്ത് സീഷി ആകട്ടെ ഇടയ്ക്ക് നമ്മുടെ സോങ്ങിന് ശ്രദ്ധിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ അന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സീഷി അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് വലിയൊരു കാറ് വരുമ്പോഴാണ് ശരിക്കും അവളെ പറ്റിയിട്ടുള്ള ഒരു സീക്രട്ടൊക്കെ ചെന്നിന് കത്തുന്നത്. കാരണം സീഷി ഇവള് വിചാരിച്ചതുപോലെ ഒരു കോമണോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയൊന്നല്ലായിരുന്നു. അവള് അവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും തന്റെ കയ്യിലുള്ള പൈസ വെച്ച് തന്നെ ആരും അങ്ങനെ മെഷർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു നോർമൽ ആയിട്ടൊരു കുട്ടി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൾ അവളുടെ ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഹൈഡ് ചെയ്യാണെന്നും ഈവൻ അവളെ പിക്ക് ചെയ്യാൻ വരുന്ന കാറ് പോലും കുറെ ദൂരം മുമ്പ് നിർത്തിയിട്ട് അതുപോലും ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു ക്യാരക്ടറാണ് സീഷിയുടെ എന്ന് ഇപ്പോൾ ചെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ചെന്നും സീഷിയും കൂടിയിട്ട് ക്ലാസ് കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ചെന്ന് അവളോട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് സീഷി തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യം അവർ റിച്ച് ആണെങ്കിലും തന്റെ കാര്യങ്ങളൊന്നും തീരുമാനിക്കണത് താനല്ലെന്നും അവരുടെ പാരന്റ്സ് വളരെ സ്ട്രിക്റ്റ് ആണെന്നും അവര് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വെറും ഒരു പാവയാണ് താനെന്നൊക്കെ പറഞ്ഞ് ചെന്നിനും ജിങ്ങിനും സോങ്ങിനും ഒക്കെ ഉള്ളത് വളരെ നല്ല ലക്കി ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ ആണെന്ന് പറയുമ്പോൾ അവളിനി ഒരിക്കലും ലോൺലി ആവില്ലെന്നും അവളുടെ ഒപ്പം എന്നും താൻ ഉണ്ടാവുമെന്നും ചെന്നിപ്പോൾ അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെന്നും സീഷിയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന ചെന്നിപ്പോ ഈശയുടെ കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നതിന്റെ ഇടയിൽ നാളെ ലീന്റെ വീട്ടില് ചെറിയൊരു മീല് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും നീ വരണമെന്നും പറയുമ്പോൾ ലീ തന്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയാണെന്നും ഞാനാകട്ടെ ഇങ്ങനെ ക്ലാസ്സിൽ മാർക്കൊന്നും അധികം സ്കോർ ചെയ്യാണ്ട് നടക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നത് നമുക്കൊരു കുറച്ചിലാവില്ലേന്നും ഞാൻ വരണോന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ചെന്നീന്റെ അമ്മ ഇപ്പോൾ അവളെ മോട്ടിവേറ്റ് ചെയ്ത് അതിനിപ്പോ എന്താ മാർക്ക് കുറയണത് ഇത്രയും വലിയ കാര്യമൊക്കെയാണോ എന്ന് വെച്ച് വളരെ ഫുൾ സപ്പോർട്ടീവായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ അവളും ലാസ്റ്റ് ആ ഒരു മീലിനെ വേണ്ടിയിട്ട് പോവാനായി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ലീന്റെ വീട്ടില് ഇപ്പോൾ ആ ഒരു പരിസരത്തുള്ള അവിടെ ജിങ്ങിന്റെയും സോങ്ങിന്റെയും ചെന്നിന്റെയും ഒക്കെ അമ്മമാര് വന്ന് പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ ലീന്റെ അമ്മയാകട്ടെ തന്റെ മകനെ പറ്റിയിട്ടും തന്റെ ഫാമിലിയെ പറ്റിയിട്ടും തന്റെ ഭർത്താവിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വളരെ പൊക്കി പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സ്വന്തം ഫാമിലിയെ പൊക്കാൻ വേണ്ടി മാത്രമല്ല ബാക്കിയുള്ളവരെ താഴ്ത്തി കെട്ടാൻ ലീന്റെ അമ്മ മോശമായിരുന്നില്ല. കാരണം ജിങ്ങിനെ പറ്റി അവർ സംസാരിക്കുമ്പോൾ ജിങ് ഇങ്ങനെ സ്പോർട്സിലൊക്കെ പോയിട്ട് എന്തിനാണെന്നും അവൻ ഇങ്ങനെ പഠിക്കാതെ വളരെ ഈസി ആയിട്ട് ഫ്രീ മൈൻഡ് ആയിട്ട് നടക്കുന്ന കാണുമ്പോൾ അതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ലീന്റെ അമ്മ ഇപ്പോൾ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം സോങ് ആകട്ടെ ലീനേക്കാളും പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് സോങ്ങിന്റെ അടുത്ത് നിന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ലീന്റെ അമ്മ ഇപ്പോൾ ഇയോട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ലീന്റെ മുഖത്ത് ഒട്ടും തന്നെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്വന്തം മക്കളെ ഇങ്ങനെ ഇത്രയും ഹാർഷായിട്ട് കമ്പയർ ചെയ്ത ഏത് കുട്ടിക്കാണ് അത് ഇഷ്ടപ്പെടാ. ഇതേ നേരം അവിടെ ഇരുന്നത് കേട്ട് മടുത്തിട്ട് ചെന്നിപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിലും ലീന്റെ അമ്മ നിർബന്ധിച്ച് ചെന്നിനോട് ലീന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനായിട്ട് പറയാണ്. കാരണം ചെന്നിവിടേക്ക് പുതിയതായിട്ട് വന്നതുകൊണ്ട് അവൾക്ക് സ്റ്റഡീസിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിന് ലീ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് ലീന്റെ അമ്മ ഇപ്പോൾ അവളെ പറഞ്ഞയക്കുന്നെങ്കിലും ചെന്നിപ്പോ ആകെ അൺകംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സോങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ട്യൂഷന് വേണ്ടി അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ നേരത്ത് വളരെ നിസ്സഹായതയോട് കൂടിയിട്ട് തനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും തന്റെ അവാർഡുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ലീ. പക്ഷെ അവന്റെ വിഷമം അവന് മാത്രമേ മനസ്സിലാവുള്ളൂ ആയിരിക്കും. ഇതേ നേരം അന്ന് അവരെല്ലാരും കൂടി ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന നേരത്ത് സീഷി ആകട്ടെ തനിക്കൊരിക്കലും ഇനി അവരുടെ ഒപ്പം ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വരാൻ പറ്റില്ലെന്നും കാരണം തന്റെ അമ്മ തനിക്ക് വേണ്ടി വേറൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ട്യൂട്ടറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും ഇനി അവർ പറയുന്ന പോലെ അനുസരിക്കാനേ എനിക്ക് കഴിയുള്ളൂ എന്നും പഠിപ്പിനൊക്കെ ശേഷം തന്നെ അബ്രോഡിക്ക് വിടാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും സീഷി പറയുന്നുണ്ട്. ഒരു സമയത്ത് അവളുടെ ഭാവി അംബീഷനെ പറ്റി ചെന്ന് ചോദിക്കുമ്പോൾ തനിക്കൊരു റൈറ്റർ ആവണമെന്ന് സീഷി പറഞ്ഞിട്ട് നേരെ തന്നെ സോങ്ങിന്റെ അടുത്ത് അവന്റെ അംബീഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലെന്നും പക്ഷെ തന്റെ അമ്മ അവനെ എബ്രോഡിക്ക് വിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും അവന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ചെന്നിപ്പോൾ അവന്റെ അടുത്ത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ഹാപ്പി ആവുമെന്ന് അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. മുൻകൂട്ടി ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് സന്തോഷത്തിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റാന്നൊക്കെ അവൾ ചോദിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ജിങ് ഇപ്പൊ കയറി താൻ വലുതാകുമ്പോൾ ഒരു സ്പോർട്സ് പ്ലെയർ ആവുമെന്നും അവന്റെ എയിംസും ഡ്രീംസും ഒക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഇടയിൽ സോങ് എന്തോ ആലോചിച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ മീറ്റപ്പിന് ശേഷം അവർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ജിങ് സീഷി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് സീഷി ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്.
ഇതേ നേരം അവരുടെ പുറകിലുണ്ടായിരുന്ന എന്നാകട്ടെ എല്ലാവർക്കും ഓരോ എയിമെങ്കിലും ഉണ്ട്, തനിക്ക് എന്താണുള്ളതെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ നേരം സോങ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവന്റെ അമ്മ വളരെ ഇമോഷണൽ ആയിട്ട് തനിക്ക് ഒട്ടും തന്നെ പഠിപ്പില്ലെങ്കിലും തന്റെ മകൻ ഇങ്ങനെ പഠിച്ച് വലിയ നിലയിലായിട്ട് ഈ ഒരു കുടുംബത്തിന്റെ ഏക ഹോപ്പായി മാറുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ട് അവന് കുറെ വാൾനട്ട് ഒക്കെ കൊടുക്കുമ്പോൾ അവൻ അതും കൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ സോങ്ങിന്റെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷമില്ലാണ്ട് അവൻ എന്തോ ഇങ്ങനെ അഗാധമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം കെന്നിപ്പോ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന അവളുടെ അച്ഛനിപ്പോ വീട്ടിലേക്ക് എത്തിയെന്ന് കണ്ടിട്ട് അവൾ വളരെ ഹാപ്പി ആയിട്ട് പിന്നീട് അവർ 3 പേരും കൂടി പുറത്തേക്ക് ചെറുതായിട്ടൊരു വാക്കിന് പോകുമ്പോൾ താൻ ആരാവണമെന്നാണ് തന്റെ പാരന്റ്സ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും തനിഞ്ഞ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവള് പാരന്റ്സിന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നീ തന്നെ സമയമെടുത്ത് കണ്ടുപിടിച്ചാൽ മതിയെന്ന് അവരുടെ പാരന്റ്സ് വളരെ കൂളായിട്ട് ഇപ്പോൾ അവളുടെ അടുത്ത് പറയാണ്. ഇതേ നേരം ഇപ്പൊ ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിങ്ങിനെ വളരെ സർപ്രൈസിംഗ്ലി നോക്കിയിരിക്കുകയാണ് നമ്മുടെ സോങ്. മാത്രമല്ല ഇന്ന് ക്ലാസ്സിൽ വെച്ചിട്ട് അവൻ അവന്റെ ഹോം റൂം ടീച്ചറിനെ പോയിട്ട് കണ്ടിട്ട് തനിക്ക് ക്ലാസ് മാറണം എന്ന് പറഞ്ഞ കാര്യത്തിനെ പറ്റി അവൻ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വളരെ വിയേർഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഈ ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, സോങ്ങിന്റെ മനസ്സിൽ എന്താണെന്നോ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നും നമുക്കറിയില്ല. എനിവേ അടുത്ത എപ്പിസോഡിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.